വിവശതയിലായിരുന്ന യോഹന്നാന് വരുവാനുള്ള സംഗതികളെ കുറിച്ച് യേശു മിശിഹ ദർശനം നൽകി. ഇതാ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങളുള്ള ഒരു കിരീടം. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള ഈ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ദൈവമാതാവായ കന്യക മറിയാമാണ് ലോകത്തിന്റെ വെളിച്ചമാകുന്ന നീതി സൂര്യനായ യേശുവിനെ വഹിച്ചത് എന്നും അവളുടെ കാൽ കീഴ് ചന്ദ്രനായി വിശ്രമിക്കുന്നത് യോഹന്നാൻ സ്നാപകനാണ്. എന്തെന്നാൽ നീതി സൂര്യനായ ക്രിസ്തുവിൽ നിന്ന് പ്രകാശം ലഭിച്ച് ലോകത്തെ പ്രകാശിപ്പിച്ച ആ യോഹന്നാൻ മാർത്തോനോ അവളുടെ കാൽ കീഴ് സ്ഥിതി ചെയ്യുമ്പോൾ ഇതാ 12 നക്ഷത്രങ്ങളാകുന്ന 12 അപ്പോസ്തലന്മാർ അവളുടെ തലയിൽ കിരീടം കണക്കെ ശോഭിക്കുന്നു. ഒരു രാജകുമാരിയെ പോലെ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന തമ്പുരാനെ പറ്റിയ അമ്മയ്ക്ക് അവന്റെ സന്നിധിയിൽ ധൈര്യവും മുഖപ്രസന്നതയും അപേക്ഷാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് കൊത്തിനയിലെ കല്യാണ ഭവനത്തിലെ സംഭവവും നമ്മുടെ ജീവിത അനുഭവവും ഇന്ന് ഈ മണർകാട് പ്രദേശത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ലക്ഷോപലക്ഷ ജനങ്ങളും വെളിവാക്കുന്നു. ആകയാൽ ആ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നമുക്ക് യാചിക്കാം. നമ്മുടെ നിത്യജീവിതത്തെ അലങ്കോലപ്പെടുത്തുന്ന ദുഃഖങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ക്ലേശങ്ങളിൽ നിന്ന് ഒക്കെയും വിടുതലും ആശ്വാസവും ലഭിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അടുത്ത വർഷം വീണ്ടും ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നത് വരെ അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഈ പെരുന്നാൾ ദിവസം നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്റെ കരുണാവാതിലിനെ ഞങ്ങൾക്ക് തുറന്നു തരണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു. ഞങ്ങൾ ലജ്ജിച്ചു പോകരുത്. നീ മൂലം ഞങ്ങൾ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ചു വീണ്ടുകൊള്ളപ്പെടുമാറാകണമേ. ക്രിസ്ത്യവർഗത്തിന്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും അങ്ങ് തന്നെയാകുന്നുവല്ലോ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നിന്നിലാകുന്നു ഞങ്ങൾ ശരണപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ നേരെ അശേഷം കോപിക്കുകയും അരുതേ. രഹസ്യവും പരസ്യവുമായുള്ള ഞങ്ങളുടെ പാപങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും ഓർക്കുകയും അരുതേ. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനഗുണത്താലും ഞങ്ങളെ കാത്തുകൊള്ളുകയും ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈയുടെ പ്രവൃത്തിയുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യകമറിയാമിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് തിരുസന്നിധിയിൽ ധൈര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ഉത്തമനായുള്ളവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആകാശം ചായിച്ചിറങ്ങി വന്ന പിതാവിന്റെ വചനമായ ദൈവത്തെ
ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ, കന്യാവ്രതമുദ്രയ്ക്ക് ഭംഗം വരാതെ സർവശക്തനായ ദൈവത്തെ വെടിപ്പോടെ ബേത്ലഹേം ഓഫ്രത്തായിൽ പ്രസവിച്ച പരിശുദ്ധ കന്യകയായ മാതാവേ, സീനായി മലയിൽ വെച്ച് മൂശ ദീർഘദർശി നിൽക്കുന്നതായി ദർശിച്ച മുൾപ്പിളർപ്പാരെ ദൃഷ്ടാന്തപ്പെടുത്തി കാണിച്ചു. ആ പരിശുദ്ധ കന്യകയായ മാതാവേ, സകലാചരാചരങ്ങൾക്കും ശാന്തിയും സമാധാനവുമാകുന്ന മധുര പരിമളമായി സ്വയം അർപ്പിച്ച സാക്ഷാൽ സ്വർഗീയ പരിമളത്തെ താൻ വഴിയായി ലോകത്തിന്റെ സമാധാനത്തിനും ആശ്വാസത്തിനും ആനന്ദത്തിനും വേണ്ടി പുറപ്പെടുവിച്ച മഹാപ്രധാനാചാര്യന്റെ ധൂപകലശമായ മാതാവേ, ഞാൻ അത്ഭുതകരമായി പുറപ്പെട്ട മരമായും ജീവന്റെ നീരുറവ പുറപ്പെട്ട തീക്കൽ പാറയായും നാണയമുള്ളിൽ കണ്ട മത്സ്യമായും അറിയപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന മഹത്വമുള്ള മാതാവേ, സ്വർഗത്തിന്റെ വാതിലും യാക്കോബിന്റെ കൂടാരവും ദാവീദിന്റെ ഗോപുരവും ജ്ഞാനത്തിന്റെ സിംഹാസനവുമായി അറിയപ്പെടുന്ന മഹാപതിപതയായ മാതാവേ, മാലാഖമാരുടെ നാട്ടിൽ ക്രൂബന്മാരുടെ തോളിന്മേൽ അഗ്നിസിംഹാസനാരൂഢനായിരിക്കുന്നവനും മാലാഖമാരുടെയും മനുഷ്യരുടെയും സർവ്വലോകത്തിന്റെയും സൃഷ്ടിസ്ഥിതി നിയന്ത്രാതാവുമായ സ്വർഗീയ രാജാവ് കരുണയോടെ ഇറങ്ങി പള്ളി കൊണ്ട മൺകൊട്ടാരമായ മാതാവേ, ജീവന്റെയും രക്ഷയുടെയും സുവിശേഷ നദി പുറപ്പെട്ട മഹനീയ പർവ്വതവും ശാന്തിയുടെയും സമാധാനത്തിന്റെയും മന്ത്രസ്വരം പുറപ്പെടുവിച്ച സ്വർഗീയ മഹാരാജാവിന്റെ മോഹിനീയ വീണാതന്തവുമായ വിസ്മയിക്കത്തക്ക മാതാവേ, ആനന്ദത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നിസ്തുല സൗരഭ്യം വീശുന്ന ഔഷധമായ വാടാത്ത വനിനീർപുഷ്പമായ മാതാവേ, രോഗികളുടെ ഔഷധവും പാപികളുടെ സങ്കേത സ്ഥലവും മനം തകർന്നവരുടെ ആശ്വാസവും ഞങ്ങളുടെ ഹൃദയറാണിയും ആശ്രയവുമായ മാതാവേ, കാനാവിലെ കല്യാണ വിരുന്നിനെഴുന്നള്ളിച്ചെന്ന് അവരുടെ ഇല്ലായ്മകളും കുറവുകളും തന്റെ അപേക്ഷയാൽ പരിഹരിച്ച് സംതൃപ്തി നൽകിയ ഔദാര്യനിധിയായ മാതാവേ, വിശുദ്ധിയുടെ ഉറവിടവും നിർമ്മലതയുടെ നീരൊഴുക്കും കന്യാവ്രതത്തിന്റെ മുദ്രയും പരിവാഹതയുടെ മാതൃകയും അനുഗ്രഹങ്ങളുടെ ശ്രീഭണ്ഡാരവുമായ മാതാവേ, ഞെരുക്കത്തിലകപ്പെട്ടിരിക്കുന്നവരുടെ ആശ്വാസവും വീണുപോയവരുടെ എഴുന്നേൽപ്പും മരിച്ചു പോയവരുടെയും ജീവനുള്ളവരുടെയും ശരണവും പ്രത്യാശയുമായ മാതാവേ, ശിശുക്കളുടെ സംരക്ഷകയും യുവാക്കന്മാരുടെ നല്ല പ്രത്യാശയും വൃദ്ധജനങ്ങളുടെ ആലംബവും വിധവകളുടെ ശരണവും അനാഥരുടെ അഭയകേന്ദ്രവുമായ മാതാവേ, പീഡിതരുടെ സംരക്ഷകയും ക്ലേശിതരുടെ ആശ്വാസവും ദരിദ്രരുടെ ശ്രീമണ്ഡാരവും ദൂരസ്ഥരുടെ മാർഗദീപവും സമീപസ്ഥരുടെ സങ്കേത സ്ഥലവുമായ മാതാവേ, നിന്ദിതരുടെ വിമോചനവും അടിമകളുടെ
ചതിവിൽപ്പെട്ടവരുടെ സംരക്ഷണവും വഞ്ചിക്കപ്പെട്ടവരുടെ ആശ്വാസവും സകലാചരാചരങ്ങളുടെയും രാജ്യമായ മാതാവേ, സ്വർഗരാജ്യത്തിലെ അനന്തകോടി സൈന്യങ്ങൾ സദാ ഇപ്പോഴും പ്രകീർത്തിക്കുന്നവൻ താനായിരിക്കെ പാവപ്പെട്ട ആട്ടികന്മാരുടെ വായുകളിൽ നിന്നും കൊഞ്ഞ സംസാരിക്കുന്ന ശിശുക്കളുടെ നാവുകളിൽ നിന്നും സ്തുതിപ്പുകളെയും ഗാനങ്ങളെയും കൈക്കൊണ്ടവനും സകലാചരാചരങ്ങളുടെയും സൃഷ്ടാവും സർവാധിപതിയുമായ മഹാരാജാവ് താനായിരിക്കെ ഭൂമതിമാരിൽ നിന്ന് പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ച് കുമ്പിടപ്പെട്ടവനും പ്രകാശത്തെ തന്റെ വസ്ത്രമായി ധരിക്കുന്നവനായിരിക്കെ കീറ്റുശീലകളാൽ പൊതിയപ്പെട്ട ഉണ്മേനായവനും ക്രൂപേന്മാർ അഗ്നിരഥത്തിൽ അത്യുന്നതങ്ങളിൽ ആഘോഷിച്ചിരിക്കെ യൗസേപ്പിന്റെയും മറിയാമിന്റെയും കൈകളാൽ താലോലിക്കപ്പെട്ടവനും ഇസ്രായേൽക്കാരെ സ്വർഗത്തിൽ നിന്ന് മന്നായും കാടപ്പക്ഷിയും കൊടുത്ത് പോറ്റുന്നവനായിരിക്കെ ഭൗമിക കന്യകയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവനും വിസ്മയനീയനായ മഹാധനങ്ങളുടെ സർവാധിപതിയായിരിക്കെ ദരിദ്രയായ മാതാവിനാൽ പരിചരിക്കപ്പെട്ടവനും ആകാശത്തിന്റെ അനന്തതയിൽ സ്വന്തം മഹിമാസനം സ്ഥിതി ചെയ്യവേ പാവപ്പെട്ട മറിയാമിന്റെ കൈകളാൽ വൈക്കോൽ വിരിച്ച പുൽത്തൊട്ടിയിൽ കിടന്നവനും പാവപ്പെട്ട മറിയാമിന്റെ കൈകളാൽ താലോലിക്കപ്പെട്ടവനും ഇടിമിന്നലുകളിൽ തന്റെ ഭുജവീര്യം പ്രകടിപ്പിക്കുന്നവനും കൊടുങ്കാറ്റിലും വൻമഴയിലും തന്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്നവനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ മാതാവിനെ ഓർത്ത് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. Maybe
സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ ക്ഷമിക്കണമേ. നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള പ്രത്യേക മധ്യസ്ഥതയിൽ അഭയപ്പെട്ട നിങ്ങളേവരെയും കാരുണ്യവാനായ മശീഹാ തമ്പുരാൻ സ്വർഗീയ മഹോന്നതങ്ങളിൽ നദർശമേറിയ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളും ദുഷ്കാലങ്ങളും നീങ്ങിപ്പോകട്ടെ. സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും കാലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ നേർച്ചകളും വഴിപാടുകളും സമർപ്പണങ്ങളും അവിടുന്ന് അംഗീകരിക്കട്ടെ. നിങ്ങളുടെ കൃഷിയിടങ്ങൾ, നിങ്ങളുടെ അധ്വാനങ്ങൾ, ദേഹണ്ണങ്ങൾ, മൃഗസമ്പത്ത് ഇവിടെ എല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് നല്ലതെന്ന് കണ്ട് വാഴ്ത്തി വർദ്ധിപ്പിക്കട്ടെ. ജയകരമായ ശ്ലീവാരാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് എല്ലാവിധ വൈശാചിക തന്ത്രങ്ങളിൽ നിന്നും, പ്രലോഭനങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ചതിവുകളിൽ നിന്നും നിങ്ങളും നിങ്ങൾക്കുള്ള സകലതും കാത്തു പരിരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. വാക്യം തേതുമൽ